നമ്മളിന്ന് എങ്ങോട്ടാ പോണേ ഡാഡി? നമ്മളിന്ന് ഓൾഡ് മ്യൂസിയം കാണാനായിട്ട്. ഓൾഡ് മ്യൂസിയം, നാഷണൽ ഓൾഡ് മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് മ്യൂസിയം കണ്ടിട്ട് വരാം. ഷിമു ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നാഷണൽ മ്യൂസിയം, ഓൾഡ് മ്യൂസിയം. സോ ഇതാണ് നമ്മുടെ മ്യൂസിയം. നമ്മുടെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്കാട്ടോ അത്. ഹായ്, അപ്പൊ നമ്മള് റെയിലിൽ വന്നിട്ടുണ്ട് ഇവിടെ സ്കൂളിൽ നിന്ന്. റെയിലിനാണ് നമുക്കിത് സജസ്റ്റ് ചെയ്തത്. നമുക്ക് ഇവിടെ പോകാം മമ്മി എന്ന് കേട്ടോ. നമുക്ക് ആദ്യം ഇവിടെ കാണാം. ഇത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഏരിയ ആണ്. കൂടെ ഇരുന്നത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. Embryo transplant of a fetus of what? ഇതിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. റൈനോയുടെ ഫീറ്റസ് ആണിത്. കണ്ടെടുത്തിട്ട് വേണം വേറെന്തോ കാണാനുള്ള രീതിയിലാട്ടോ പോകുന്നത്. കുറേ മ്യൂസിയമായിട്ട് വലിയ കണ്ടോണ്ടിരിക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. ഫാക്ടറിയിൽ പണ്ട് നൂലൊക്കെ ഊള് കടയായിരുന്നു. ഊള് പ്രോസസ് ചെയ്യുന്ന ആ മെഷീനൊക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ ആ മെഷീനാണിത്. ഇങ്ങോട്ട് നോക്കിക്കേ, നിറച്ച് ഷീപ്പ്. ഇത് ഫാക്ടറിയുടെ ഒരു മോഡലാട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല ഇതാണ് ഈ മെഷീൻ. ഈ ഊള് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനുകളാണിത്. ഈ മറ്റേ നമ്മുടെ ആടിന്റെ ഇതെടുത്തിട്ടുള്ള രോമം. നിറച്ച് ഇവരുടെ ആ പണ്ട് ഊള് പ്രോസസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനുകളാട്ടോ. അതിൻ്റെ ആ ഒരു സ്റ്റൈലില് തന്നെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമുക്കത് സമയമെടുത്ത് കുറെ നേരം കണ്ട് കാണുമെന്ന് കാണാനായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനാണ് അതിങ്ങനെ വെച്ചേണേ. മനസ്സിലായി. ഓഹോ, എന്തൊരു എക്സ്പ്ലനേഷൻ. നല്ല ട്രോയാന്ന് പറഞ്ഞു. ചേട്ടൻ എവിടെയാ വർക്ക് ചെയ്യണേ? ഇതിനകത്താണോ അതെയോ? പണ്ട് ഇവിടുത്തെ മെഷീനിലുണ്ടാകും. ഈ മെഷീനൊക്കെ
ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ വെച്ചേക്കുന്നത്. അത്രയും ഫിനിഷിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മാറ്റൊക്കെ ഇവിടെ കിടക്കുന്ന ഈ മാറ്റുകളെല്ലാം ഇങ്ങനത്തെ മെഷീനിൽ പണ്ടുണ്ടാക്കിയതാട്ടോ എന്നാണ് അവർ പറഞ്ഞത്. നല്ല പുതുമയുണ്ട്, അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. അത്ര പക്ഷെ നല്ല ഫിനിഷിങ് ഉണ്ട്. ചിക്കൂരാണെങ്കിൽ ഇരിക്കുമ്പോഴേക്കും ലോഡ് പഞ്ഞ് നടക്കുവാട്ടോ. വെൽക്കം ഹോം. ഇതൊരു പഴയ വിന്റേജ് കോട്ടേജ് ആട്ടോ. സൂപ്പർ ആണോ? പഴയ പൊട്ടല ഗ്രേറ്റർ ചേട്ടായി ഷെഫ് ആയതുകൊണ്ട് അതെല്ലാം കണ്ടുപിടിച്ചല്ലേ. പൊട്ടിട്ട് മാഷ് അതുപോലെ കിച്ചണിൽ പണ്ടത്തെ സോപ്പ് വെക്കുന്ന സാധനം ഇത് വെള്ളത്തിൽ നോക്കിയിട്ട് നനച്ച് നമുക്ക് ആവശ്യം യൂസ് ചെയ്യാം. ഒന്നും കിട്ടാനില്ലല്ലോ ഇപ്പൊ. ഇത് കണ്ടായിരുന്നോ? ബട്ട് ക്രംസ്, പാല്, റൈസ്, ക്ലോവ്സ്, പെപ്പർ, സിനമൺ, നട്ട്മെഗ്. ചിക്കു എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ടോ? സ്കെയില് കണ്ടോ? അതാണ് മിൻസിങ് മെഷീൻ. അത് മീറ്റ് മിൻസ് ചെയ്യാനുള്ളത് കിച്ചണില്. ആ ടോസ്റ്റ് ആണോ ചിക്കു? അത് ടോസ്റ്റർ. കുഞ്ഞു കൊച്ചിനിരിക്കാനുള്ള കസേര കണ്ടോ? പണ്ടത്തെ ഹൈ ചെയർ. ഇതൊന്നും മനസ്സിലായിരുന്നു. അതിനാ ഇവിടെ ഗോതമ്പ് കൊടുക്കുന്ന മെഷീൻ. ഇവിടെ ഗോതമ്പിട്ട് കൊടുക്കും. കണ്ടത് പൊടിച്ചു വരുന്നത് കേട്ടോ. ഇവിടെ പൊടിച്ചു വരും. ഓക്കെ. ഭയങ്കര കിച്ചൺ സെറ്റപ്പാ. എല്ലാം വന്നു തൊടണ്ട. ഇത് പഴയ സാധനങ്ങളൊക്കെ. പഴയ ബൈക്കോ? വേറെ ഇല്ലേ പഴയ ബൈക്ക്? പഴയ ബൈക്കാണത്. ഓക്കെ ഓക്കെ. ഇതേ വാട്ടർ ടാങ്ക് ആണൊക്കെയോ ഇത്? ഇല്ലേടേ ചേട്ടായി ആണോ? ഇത് വാട്ടർ ടാങ്ക് ആണോ? ഓ പഴയ കട്ടില്. 1946 കലണ്ടർ. പഴയ കട്ടിലും കിടക്കും. മറ്റേ റാന്തൽ വിളക്ക്. ഇത് പണ്ടത്തെ ഒരു വീടിന്റെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ കേട്ടോ. ഒരാലമാര, പിന്നെ അടുപ്പ്. അവരുടെ വർക്കിംഗ് ചാർട്ട്, ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അവര് കിടക്കാൻ ഇവിടെ ചായ ഉണ്ടാക്കാം, ഭക്ഷണം ഉണ്ടാക്കാം. ഞാൻ കണ്ടു. ആ മേളില് വരും. ഇനി മനസ്സിലായി. കല്ല് ചൂടാവും. ഈ കല്ല് ചൂടാൻ വേണ്ടി ചൂടത്തിലുള്ള പാത്രം ചൂടാൻ കിട്ടുക. എടുത്ത് വെച്ചേക്കുന്ന ഒരു ലോഡ് ഊള് ഒരു പാക്ക് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുക. പണ്ടെടുത്തത് ഷിപ്പ് ചെയ്യുന്ന ഊളിന്റെ ബോക്സ് ആണ് കാണുന്നത്. ഇതെല്ലാം ഇവര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആടിനെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഈ സാധനം ഊള് മുറിക്കുന്ന മെഷീന് ഇവിടെ കൊണ്ടുവന്നാണ് ഇതിനെ കട്ട് ചെയ്തോണ്ടിരുന്നത്. പഴയ സിസ്റ്റമാണ് ഇതെല്ലാം. ഇപ്പൊ ഇതൊന്നും അല്ലല്ലോ. അല്ല സംഭവങ്ങളൊക്കെ മാറിയില്ലെന്നാണ്. പഴയ ഒരു സൈക്കിള്.
ദേ ആരും ഉണ്ടാക്കി വെച്ചിരുന്നോടെ. ദേ ഇവിടുത്തെ ചിക്കു ചിക്കു കണ്ടില്ല. ചിക്കു ഷീപ്പ് ഇതിവര് പണ്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീൻസ് ഒക്കെ ആട്ടോ. മീൻസ് കട്ടിങ്ങും അതും ഇതൊക്കെ. അയ്യോ അതാണോ ടൂൾസ് ഓഫ് ദ ട്രേഡ്. ഇതിവരിങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യണത് ഇതിൻ്റെ ഫ്ലോറ് പോലും പഴയ ആ സ്റ്റൈലിൽ തന്നെയാണ് ഇവർ ഉണ്ടാക്കി ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആ ഫ്ലോറ് പോലും ഇതിൻ്റെ ആ പഴയ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഇവിടെ ഇരുന്ന ഒരു കഥ കേൾക്കാം. ചിക്കു ഇവിടെ ഇരിക്കുക. അമ്മ അങ്ങനെ ചേട്ടാ ഇതിന്റെ എന്താ മ്യൂസിക് ചേട്ടയുടെ ആക്ഷൻസ് കണ്ണൊക്കെ നമ്മൾ ഇവിടെ ചെന്നത് കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ ഇതൊന്ന് വീഡിയോ ആക്കണമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഞങ്ങളിതിങ്ങനെ വീഡിയോ എടുത്തോട്ടെ, ഞങ്ങൾക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞു കേട്ടോ. എടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ ആ മാറ്റ് കണ്ടപ്പം അയാൾ പറഞ്ഞില്ലേ ഇതിവിടെ ഉണ്ടാക്കിയ മാറ്റാന്ന്. ഇവിടെയല്ല, ആ ന്യൂസ് ഇതിനകത്ത് ഉണ്ടാക്കിയത്. ആ മാറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ അത് കണ്ടോ. ഈ ബിൽഡിങ്ങിന്റെ ഇൻസൈഡും ആ പഴയ സ്റ്റൈലിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അവിടെ ഒരു ആട് നിൽക്കണു, ഷീപ്പ് വിചാരിച്ചു. ഈ ഊവന്റെ ഒരു കസേരയാകട്ടോ. ചിക്കു ആരാ?